അനേകം കൗശലങ്ങളുള്ള മഹാമാന്ത്രികനാണ് കാലം. യോഗവാസിഷ്ഠം നിത്യപാരായണം. ഭാഗം 1. വൈരാഗ്യപ്രകരണം. യുഗവത്സര കൽപാഖൈഃ കിഞ്ചിത് പ്രകടതാം ഗതഃ രൂപൈരലക്ഷ്യ രൂപാത്മാ സർവമാക്രമ്യ തിഷ്ഠതി. രാമൻ തുടരുകയാണ്. എല്ലാ രസാനുഭവങ്ങളും വാസ്തവത്തിൽ മിഥ്യയാണ്. കണ്ണാടിയുടെ നിഴലിലൂടെ പഴങ്ങളുടെ സ്വാദ് അനുഭവിക്കുന്നത് പോലെ ഭ്രാന്തമായ ഒരു രസമാണത്. മനുഷ്യൻ്റെ പ്രത്യാശകളെല്ലാം കാലം സ്ഥിരമായി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കാലം എല്ലാത്തിനെയും ക്ഷയിപ്പിച്ചു കളയുന്നു. സൃഷ്ടികളിൽ ഒന്നിനും കാലത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. കാലമാണ് എണ്ണമില്ലാത്ത ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നതും ക്ഷണനേരം കൊണ്ട് അവയെ ഇല്ലാതാക്കുന്നതും. വർഷം, പ്രായം, യുഗം എന്നിവയിലൂടെ തൻ്റെ പ്രഭാവത്തിൻ്റെ ചെറിയൊരു അംശം കാലം നമുക്ക് അനുഭവവേദ്യമാക്കുന്നു. എന്നാൽ അതിൻ്റെ ശരിയായ സ്വഭാവം നമുക്കറിയില്ല തന്നെ. കാലം എല്ലാത്തിനെയും കീഴടക്കുന്നു. കാലം ദയവില്ലാത്തതും വശപ്പെടുത്താനാവാത്തതും ക്രൂരവും തൃപ്തിപ്പെടുത്താനാവാത്തതും അത്യാർത്തി പൂണ്ടതുമാണ്. നമ്മെ മോഹവിഭ്രാന്തിയിലാക്കുന്ന അനേകം കൗശലങ്ങളുള്ള മഹാമാന്ത്രികനാണ് കാലം. കാലത്തെ വിശകലനം ചെയ്യാൻ സാധ്യമല്ല. കാരണം എത്ര ചെറുതായി ഖണ്ഡിച്ചാലും അത് അനശ്വരമായി ശേഷിക്കുന്നു. അതിന് അടങ്ങാത്ത വിശപ്പാണ്. കൃമികീടങ്ങളും മാമലകളും സ്വർഗത്തിൻ്റെ ചക്രവർത്തിയിലും എല്ലാം കാലത്തിൻ്റെ വരുതിയിലാണ്. നേരം പോക്കിന് പന്ത് തട്ടിക്കളിക്കുന്ന ബാലനെ പോലെ സൂര്യചന്ദ്രന്മാർ എന്ന 2 പന്തുകളുമായി കാലം വിളയാടുന്നു. ബ്രഹ്മാണ്ടങ്ങളെ നശിപ്പിക്കുന്ന രുദ്രനായും ദേവരാജാവായ ഇന്ദ്രനായതും സമ്പത്തിൻ്റെ അതിദേവതയായ കുബേരനായതും വിശ്വം ലയിച്ചില്ലാതാവുന്ന ശൂന്യതയും എല്ലാം കാലം തന്നെയാണ്. തീർച്ചയായും കാലമാണ് തുടർച്ചയായി അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് സംഹരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹത്വവും ബൃഹത്വവുമായ പർവ്വതങ്ങൾ ഭൂമിയിൽ വേരുറപ്പിച്ച് ഇരിക്കുന്നത് പോലെ പ്രതാപിയായ കാലം പരബ്രഹ്മത്തിൽ സ്ഥാപിതമാണ്. കാലം എണ്ണമില്ലാത്ത അണ്ടകടാഹങ്ങളെ സൃഷ്ടിക്കുന്നുവെങ്കിലും അതിന് അപചയമില്ല. അത് സന്തോഷിക്കുന്നില്ല. വന്നും പോകുന്നുമില്ല. ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നില്ല. കാലമെന്ന പാചക വിദഗ്ധന് ലൈംഗിക വസ്തുക്കളെ സൂര്യൻ്റെ തീയിൽ പാകപ്പെടുത്തി പാകമാവുന്ന മുറയ്ക്ക് ആഹരിക്കുന്നു. കാലം നിറപ്പകിട്ടുള്ള ജീവജാലങ്ങളാകുന്ന രത്നക്കല്ലുകൾ കൊണ്ട് യുഗാന്തരങ്ങളായി അണിഞ്ഞൊരുങ്ങിയിട്ട് കളിയായി അവയെല്ലാം നശിപ്പിച്ചു കളയുന്നു. യൗവനമെന്ന താമരയ്ക്ക് കാലം രാത്രിയാണ്. ആയുസ്സെന്ന ആനയ്ക്ക് കാലം സിംഹമാണ്. കാലം നശിപ്പിക്കാത്തതായി ഇഹലോകത്ത് ഉയർന്നതോ താഴ്ന്നതോ ആയ ഒന്നുമില്ല. ഈ നശീകരണങ്ങൾക്കെല്ലാം ഇടയിലും കാലം നാശരഹിതമായി അവശേഷിക്കുന്നു. ദിവസത്തെ മുഴുവനും കഠിനാധ്വാനത്തിന് ശേഷം ഒരുവൻ വിശ്രമിക്കുന്നത് പോലെ അജ്ഞാനത്തിലെന്നവണ്ണം വിശ്വപ്രളയം കഴിയവേ കാലം തൻ്റെ സർഗശക്തി സംഭരിച്ചുറങ്ങുന്നു. കാലം എന്തെന്ന് ആർക്കും അറിയില്ല. സത്യവസ്തുവിൻ്റെ സാക്ഷാത്കാരം